എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 59ാമത്തെ സർഗത്തിലെ 8 മുതൽ 15ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ നോക്കാൻ പോണത്. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകങ്ങളിൽ ആ ഭാഗത്ത് നമ്മൾ കണ്ടത്, ത്രിശങ്കു വന്നു. ആ ചണ്ടാളനായിട്ട് വന്ന ത്രിശങ്കുവിന് വിശ്വാമിത്രൻ ശരണം നൽകി. അതുപോലെ തന്നെ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ അടുത്ത പ്രദേശങ്ങളിലുള്ള ഋഷിമാരെ മുഴുവനും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പുത്രന്മാരെയൊക്കെ പറഞ്ഞയക്കുന്നതായിട്ടാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. 8ാമത്തെ ശ്ലോകം നോക്കാം. സശിഷ്യാൻ സുഹൃദശ്ചൈവ സർത്വിജസ്സു ബഹുശ്രുതാൻ യദന്യോ വചനം ബ്രൂയാൻ മദ്വാക്യബലചോദിത. ഇനി ആ മക്കളെ മുഴുവനും സകല ദിക്കിലേക്കും പറഞ്ഞയക്കുകയാണല്ലോ, ഋഷിമാരെ മുഴുവനും ക്ഷണിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവിടെ പറയാണ്, സശിഷ്യാൻ സുഹൃദശ്ചൈവ സർത്വിജ സുബഹുശ്രുതാൻ. അങ്ങനെ വരണ ആൾക്കാർ എങ്ങനെയുള്ളവരൊക്കെ ആവണം? ശിഷ്യന്മാരുള്ളവരാവണം, സുഹൃത്തുക്കൾ, അവരുടെ എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിക്കണം, ഋത്വിക്കുകളെ മുഴുവനും ക്ഷണിക്കണം, നല്ല അറിവുള്ളവരായിട്ടുള്ള, അതാണ് സുബഹുശ്രുതാൻ ഋത്വിജ, നന്നായി പഠിച്ചിട്ടുള്ള, വേദങ്ങളും വേദത്തിൻ്റെ പ്രായോഗിക തലമായിട്ടുള്ള യജ്ഞങ്ങളുമൊക്കെ നന്നായിട്ട് അനുഷ്ഠിക്കാൻ വശമുള്ളവരായിട്ടുള്ള ബ്രാഹ്മണരെ ആണ് ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരേണ്ടത്. ഇനി അവരിങ്ങോട്ട് വരണതിന് മുമ്പേ വിശ്വാമിത്രന്റെ ക്ഷണം കേൾക്കുമ്പോൾ യദന്യോ വചനം ബ്രൂയാത് മദ് വാക്യബലചോദിത. എൻ്റെ വാക്കുകൾ കേട്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും വാക്കുകൾ നിങ്ങളോട് പറയുന്നുണ്ട് എങ്കിൽ അത് മുഴുവൻ എന്നോട് വന്ന് പറയണം. അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഏതെങ്കിലും ഒരാൾ, ഈ പറഞ്ഞ കൂട്ടത്തിലെ ഋഷിവര്യന്മാരിൽ ആരെങ്കിലും ഒരാൾ ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് പ്രചോദിതനായിട്ട് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ തത് വചനം ബ്രൂയാത്. ആ വാക്കുകളെല്ലാം തന്നെ എന്താണ് അവർ പറയണത്, ആരാണ് പറയണത്, അവരെന്താണ് പറയണത് എന്നുള്ളത് എന്നോട് പറയുകയും വേണം. ആ ഒരു ഉപാധി കണ്ടീഷൻ വെച്ചിട്ടാണ് തൻ്റെ മക്കളെ വിശ്വാമിത്രൻ ക്ഷണിക്കാനായിട്ട്, ബാക്കി എല്ലാ ഋഷീശ്വരന്മാരെയും അവരുടെ സുഹൃത്തുക്കളെയും ഒക്കെ ക്ഷണിക്കാനായിട്ട് പറഞ്ഞയക്കണത്. 9ാമത്തെ ശ്ലോകം നോക്കാം. തത്സർവമഖിലേനോക്തം മമാഖ്യേയമനാദൃതം തസ്യ തദ്വചനം ശ്രുത്വാ ദിശോ ജഗ്മുസ്തദാജ്ഞയാ. അതാണ്, ആരെങ്കിലും ഒരാൾ തന്നെ എന്തെങ്കിലും പറയാ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പേര് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഈ പ്രവൃത്തിയെ പറ്റിയിട്ടോ ത്രിശങ്കുവിനെ പറ്റിയിട്ടോ ഒക്കെ പറയാണ് എന്നുണ്ടെങ്കിൽ തത് സർവം അഖിലേന ഉക്തം തത് സർവം, ആ കൂട്ടത്തിൽ ക്ഷണിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരിൽ ഋഷിമാരിൽ ആരെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി പറയാണ് എന്നുണ്ടെങ്കിൽ അത് മുഴുവനും തന്നെ മമ അനാദൃതം ആഖ്യേയം, അത് കളയരുത്, മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കരുത്. അത് മുഴുവനും എന്നോട് വന്ന് പറഞ്ഞു തരികയും വേണം. ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറയണത് എന്നുള്ളത് എന്നോട് അറിയിക്കണം. ഇതിന് എതിരഭിപ്രായമോ അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർക്കുകയോ മറ്റെന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം, അത് പറയുകയും വേണം എന്നുള്ളതാണ് വിശ്വാമിത്രൻ തൻ്റെ മക്കളോട് സൂചിപ്പിച്ചത്. അങ്ങനെ തസ്യ തദ്വചനം ശ്രുത്വ, അങ്ങനെ വിശ്വാമിത്രൻ്റെ വാക്കുകൾ കേട്ടിട്ട് തത് ആജ്ഞയാ, അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം മക്കളെല്ലാവരും തന്നെ ദിശഹ ജഗ്മുഹു, എല്ലാ ദിക്കുകളിലേക്കുമായിട്ട് പരന്ന് ഒഴുകിപ്പോവാൻ തുടങ്ങി. അതായത് അവിടെ അടുത്തുള്ളതായ എല്ലാ ഋഷിമാരെയും ക്ഷണിക്കാനാണല്ലോ വിട്ടത്. ക്ഷണിക്കണതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് വിട്ട് കളയരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് മുഴുവനായിട്ടും എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിശ്വാമിത്രൻ ഈ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത്. എന്നിട്ട് അവരെല്ലാവരും കൂടിയിട്ട് നാനാ ദിക്കുകളിലേക്കായിട്ട് പുറപ്പെട്ടു. അടുത്ത ശ്ലോകം നോക്കാം. ആ ജഗ്മുരഥദേശേഭ്യ സർവേഭ്യോ ബ്രഹ്മവാദിന തേജ ശിഷ്യാ സമാഗമ്യ മുനിം ജ്വലിത തേജസം. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ഊജുശ്ച വചനം സർവം സർവേഷാം ബ്രഹ്മവാദിനാം. അത് പിന്നത്തെ വരി അടുത്തേലേക്കാണ് അർത്ഥം പറയാൻ പറ്റുക. അങ്ങനെ വിശ്വാമിത്രൻ്റെ മക്കൾ എല്ലാവരും തന്നെ സർവേഭ്യ ദേശേഭ്യ ആ ജഗ്മു, എല്ലാ ദിക്കുകളിലുമുള്ള ബ്രഹ്മവാദികളുടെ അടുത്തേക്കൊക്കെ, ബ്രാഹ്മണരുടെ അടുത്തേക്കൊക്കെ, ഋഷീശ്വരന്മാരുടെ അടുത്തേക്കൊക്കെ പോവുകയുണ്ടായി. ആ ജഗ്മു തേ ശിഷ്യാഹ ബ്രഹ്മവാദിനഹ തേ ശിഷ്യാഹ, ബ്രഹ്മവാദിയായിട്ടുള്ള ആ വിശ്വാമിത്രൻ്റെ ശിഷ്യന്മാരെല്ലാവരും തന്നെ
എല്ലാ ദിക്കുകളിലേക്കുമായിട്ട് പോവാൻ തുടങ്ങി. എന്നിട്ട് സമാഗമ്യ ജ്വലിത തേജസം മുനിം സർവം വചനം ഊജുഷ്ട. അങ്ങനെ അവിടെ ചെന്നിട്ട് ഓരോ ഋഷിവര്യന്മാരും എന്തൊക്കെയാണോ പറഞ്ഞത് ആ വാക്കുകളൊക്കെ ഓർത്തു വച്ചുകൊണ്ട് ജ്വലിത തേജസം മുനിം, ജ്വലിച്ചു നിൽക്കുന്ന തേജസ്സോടു കൂടിയവനായിട്ടുള്ള ആ വിശ്വാമിത്രനോട് തിരിച്ചു വന്നിട്ട് സർവം വചനം ഊജുഹു, എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. കുറേ പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, വേറെ ചിലർ മറ്റെന്തെങ്കിലും ന്യായങ്ങൾ, അല്ലെങ്കിൽ വിശ്വാമിത്രന്റെ സ്വഭാവം, ഈ ത്രിശങ്കുവിന്റെ ചണ്ടാളനായി വന്ന് ഭവിക്കില്ല, അതിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ പറയൂലോ. അങ്ങനെ എന്തൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്, ഋഷീശ്വരന്മാർ പറയുന്നുണ്ട്, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ കൊണ്ടിരിക്കുകയാണ് വിശ്വാമിത്ര മഹർഷി. അപ്പോ ഈ ശിഷ്യന്മാരെല്ലാവരും തന്നെ സർവേഷാം ബ്രഹ്മവാദിനാം വചനം സർവം വചനം ഊചുഹു, ബ്രഹ്മവാദികളായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ വാക്കുകളെല്ലാം തന്നെ വിശ്വാമിത്രന്റെ മക്കൾ വന്നിട്ട് വിശ്വാമിത്രനോട് പറയുകയാണ് ചെയ്തത്. അത് കേട്ടപ്പോൾ 11ാമത്തെ ബാക്കി ശ്ലോകം നോക്കാം. ശ്രുത്വാ തേ വചനം സർവേ സമായാന്തി ദ്വിജാതയ സർവദേശേഷു ചാഗച്ഛൻ വർജയിത്വാ മഹോദയം വാസിഷ്ഠം യച്ഛതം സർവം ക്രോധപര്യാകുലാക്ഷരം. അങ്ങനെ ശ്രുത്വാ തേ വചനം സർവേ സമായാന്തി ദ്വിജാതയ, അങ്ങനെ എല്ലാവരും ഈ ക്ഷണിക്കപ്പെട്ടവരായിട്ടുള്ള എല്ലാ മുനിമാരും വിശ്വാമിത്രന്റെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ ആശ്രമത്തിലേക്ക് വരാനായിട്ട് പുറപ്പെട്ടു. ഇനി അവിടെ നിന്ന് കേട്ടതായിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ വിശ്വാമിത്രന്റെ ശിഷ്യന്മാര് വിശ്വാമിത്രനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതാണ് സർവദേശേഷു ച അഗച്ഛൻ, എല്ലാ ദേശങ്ങളിലും അടുത്തുള്ള പ്രദേശങ്ങളിൽ കാടായിക്കോട്ടെ നാടായിക്കോട്ടെ നഗരങ്ങളായിക്കോട്ടെ എല്ലാ ദിക്കിലേക്കും പോയിട്ട് എന്തൊക്കെയാണ് അവിടെ പറയുന്നത് എന്നുള്ളതെല്ലാം കേട്ടുവന്ന് വിശ്വാമിത്രനോട് ആ ശിഷ്യഗണങ്ങൾ പറയുകയും ചെയ്തു. ഇനി എവിടെ പോയില്ല? വർജയിത്വാ മഹോദയം വാസിഷ്ഠം യച്ഛതം സർവം ക്രോധപര്യാകുലാക്ഷരം. അവരോട് ഈ വാക്കുകൾ പറയേണ്ട താമസം എല്ലാവരും വന്നു എന്നാണ് പറയണത്. അത് ഒന്നുകൂടി എടുത്ത് പറയണം. സർവദേശേഷു ച അഗച്ഛൻ എന്നുള്ളത് എല്ലാ ദിക്കുകളിൽ നിന്നുള്ള മുനിമാരും വിശ്വാമിത്രന്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. ആരൊഴികെ? മഹോദയം വാസിഷ്ഠം യച്ഛതം സർവം, മഹോദയന്മാരായിട്ടുള്ള വസിഷ്ഠപുത്രന്മാരാരും വന്നില്ല. അവരെല്ലാവരും ക്രോധപര്യാകുലാക്ഷരന്മാരായിരുന്നു. വല്ലാതെ ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ, അതായത് വിശ്വാമിത്രനെയും അതുപോലെ തന്നെ വിശ്വാമിത്രന്റെ പ്രവൃത്തിയെയും ഒക്കെ തള്ളിക്കൊണ്ട് പുച്ഛിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന ആൾക്കാരായിരുന്നു. അവരെ ആരും വന്നില്ല. ബാക്കിയുള്ള ഋഷീശ്വരന്മാരെല്ലാവരും തന്നെ വിശ്വാമിത്രന്റെ ആശ്രമത്തിലേക്ക് വന്നു. അതാണ് വാസിഷ്ഠം യച്ഛതം സർവം ക്രോധപര്യാകുലാക്ഷരം. ദേഷ്യം വന്ന് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നവരായിട്ടുള്ള വസിഷ്ഠന്റെ പുത്രന്മാരൊഴികെ ബാക്കി എല്ലാ ഋഷീശ്വരന്മാരും വിശ്വാമിത്രന്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് അവരെന്താണ് പറയണത്? യത് ആഹവചനം സർവം ശൃണുത്വം മുനി പുങ്കവ. ഈ മക്കള് വന്നിട്ട് പറയാണ്, ആ 100 പേരും എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് അങ്ങ് കേട്ടാലും. യദാഹ, യാതൊന്നാണോ പറഞ്ഞത്, തത് സർവം വചനം, ആ വാക്കുകൾ മുഴുവനും അല്ലയോ മുനിപുങ്കവ ത്വം ശൃണു, അല്ലയോ വിശ്വാമിത്ര മുനിശ്രേഷ്ഠ അങ്ങ് കേൾക്കേണ്ടതാണ്, അങ്ങത് മനസ്സിലാക്കണം. എന്താണ് വസിഷ്ഠന്റെ ശിഷ്യന്മാരായിട്ട് അല്ലെങ്കിൽ പുത്രന്മാരായിട്ടുള്ള 100 പേരും പറഞ്ഞത് എന്നുള്ളത് അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കൂ, ഞങ്ങൾ പറഞ്ഞു തരാമെന്നാണ് പറയണത്. എന്തായിരുന്നു ഈ യാഗത്തിലുള്ള ദോഷം എന്നാണ് പറയണത്? 13ാമത്തെ ശ്ലോകത്തിന്റെ പിന്നത്തെ വരി, ക്ഷത്രിയോ യാജകോ യസ്യ ചണ്ഡാലസ്യ വിശേഷത കഥം സദസി ഭോക്താരോ ഹവിസ്തസ്യ സുരർഷയ ബ്രാഹ്മണാ വാ മഹാത്മാനോ ഭുക്ത്വാ ചണ്ഡാലഭോജനം കഥം സ്വർഗം ഗമിഷ്യന്തി വിശ്വാമിത്രേണ പാലിതാ. ഇവിടെ യാഗം ചെയ്യിക്കുന്നത് ആരാണ്? യാജകഃ ക്ഷത്രിയഃ. യാഗം ചെയ്യിക്കുന്നത് ക്ഷത്രിയനാണ്. അതായത് വിശ്വാമിത്രൻ ഒരു ക്ഷത്രിയനായിരുന്നല്ലോ, ബ്രഹ്മർഷി ആയിട്ടില്ല, രാജർഷി ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാമിത്രൻ ക്ഷത്രിയൻ യാഗത്തിൻ്റെ പുരോഹിതനായിട്ട് യാചകനായിട്ട് നിൽക്കണു. യാഗം ചെയ്യണതാരാണ്? വിശേഷതഃ യസ്യ ചണ്ഡാലസ്യ. വിശേഷപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചണ്ഡാലനാണ് യാഗം ചെയ്യണത്. ആ ചണ്ഡാലനെ യാഗം ചെയ്യിച്ചു കൊടുക്കുന്നത് രാജാവാണ്. വിശ്വാമിത്രൻ ക്ഷത്രിയ വംശജനുമാണ്.
കഥം സദസി ഭോക്താരഃ ഹവിഹി തസ്യ സുരക്ഷയഃ. അങ്ങനെയുള്ളൊരു യാഗസ്ഥലത്ത് സദസ്സിൽ വന്നിട്ട് സുരർഷിമാര്, അതായത് ദേവർഷിമാരും ബ്രഹ്മർഷിമാരും ഒക്കെ എങ്ങനെയാണ് ഹവിസ് ഭക്ഷിക്കുക? ആ യാഗത്തിന്റെ ഭോക്താക്കളായിട്ട് എങ്ങനെയാണ് ദേവർഷിമാരും അതുപോലെ തന്നെ ബ്രഹ്മർഷിമാരും വരിക? അവിടെ രാജർഷി യാഗം ചെയ്യിക്കുന്നു, ചണ്ടാളൻ യാഗം ചെയ്യണു. എത്ര വലിയൊരു വർണ്ണഭേദത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് നോക്കൂ. ജാതിയുടെ ഏറ്റവും മൂർത്തമായിട്ടുള്ള ആക്ഷേപ രൂപത്തിലുള്ളതായ ഒരു പരാമർശമാണ്. വസിഷ്ഠന്റെ പുത്രന്മാർ പറയാണ്, ചണ്ടാളനെ രാജാവിൻ്റെ ആയിരുന്നു, ആ ചണ്ടാളനാക്കിയത് ഇവരാണെന്നുള്ളത് അവിടെ സമ്മതിക്കുന്നില്ല. പക്ഷേ ശാപം കഴിഞ്ഞതോട് കൂടിയിട്ട് ത്രിശങ്കു ഒരു ചണ്ടാളനായി ഭവിച്ചതാണ്. അതുവരെ രാജാവായിരുന്നല്ലോ. എന്നിട്ടും പറയാണ് ആ ചണ്ടാളന്റെ യാഗത്തിന് ഹവിസ് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ഋഷിമാരും ദേവന്മാരും ഒക്കെ വരുന്നത്? ആർക്കും വരാൻ സാധിക്കില്ല, ചണ്ടാളനല്ലേ യാഗം ചെയ്യണത്. ബ്രാഹ്മണാവാ മഹാത്മാനോ ഭുക്ത്വാ ചണ്ടാല ഭോജനം. മഹാത്മാക്കളായിട്ടുള്ള ബ്രാഹ്മണര് ചണ്ടാളൻ കൊടുക്കുന്നതായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും. ഇത് എവിടുത്തെ ശാസ്ത്രമാണ്? അതൊന്നും വസിഷ്ഠന്റെ പുത്രന്മാർക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് കഥം സ്വർഗം ഗമിഷ്യന്തി വിശ്വാമിത്രേണ പാലിതാഹ. വിശ്വാമിത്രനാൽ പരിപാലിക്കപ്പെടുന്നവനായിട്ടുള്ള ആ രാജാവ് എങ്ങനെ സ്വർഗത്തിൽ പോകും എന്നാണ് പറയണത്. എല്ലാ ചടങ്ങുകളും വേണ്ടതുപോലെ പരിപാലിച്ചല്ലാതെ യാഗം പൂർത്തിയാക്കാൻ സാധിക്കില്ല. അവിടെ ഒരു ചണ്ടാളൻ ചെയ്യുന്ന യാഗമാണെന്നുള്ളത് കൊണ്ട് ആ ഭക്ഷണം കഴിക്കാൻ, ഹവിസ് സ്വീകരിക്കാൻ ആരും തയ്യാറാവുകയുമില്ല. അങ്ങനെയുള്ളൊരു യാഗസ്ഥലത്തേക്ക് ഒരു ചണ്ടാളൻ യാഗം ചെയ്യിക്കണു, ക്ഷത്രിയൻ പുരോഹിതനായിട്ട് നിൽക്കണു. അതപ്പോൾ ചണ്ടാളനായി തീർന്ന ത്രിശങ്കുവിനുമുള്ളൊരു കളിയാക്കലാണ്. ബ്രഹ്മർഷിയാവാൻ പുറപ്പെട്ടിട്ട് രാജർഷി പദവിയിൽ തന്നെ ഇരിക്കുന്നവനായ വിശ്വാമിത്രനെയും കളിയാക്കിക്കൊണ്ടുള്ളൊരു വാക്കാണ്. അതുകൊണ്ട് ബ്രാഹ്മണരായിട്ടുള്ള ഞങ്ങളാരും ത്രിശങ്കു ചെയ്യുന്നതായിട്ടുള്ള യാഗസ്ഥലത്തേക്ക് വരുന്നില്ല എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സ്വർഗമെന്ന് പറഞ്ഞ ഫലം ചണ്ടാളനായിട്ടുള്ള ത്രിശങ്കുവിന് ശരീരത്തോടു കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സശിഷ്യാൻ സുഹൃദശ്ചൈവ സർത്വിജസ്സു ബഹുശ്രുതാൻ യദന്യോ വചനം ബ്രൂയാൻ മദ്വാക്യബലചോദിത തത്സർവമഖിലേനോക്തം മമാഖ്യേയമനാദൃതം തസ്യ തദ്വചനം ശ്രുത്വാ ദിശോ ജഗ്മുസ്തദാജ്ഞയാ ആജഗ്മുരഥദേശേഭ്യഃ സർവേഭ്യോ ബ്രഹ്മവാദിന തേജ ശിഷ്യാഃ സമാഗമ്യ മുനിം ജ്വലിതതേജസം ഊചുശ്ച വചനം സർവം സർവേഷാം ബ്രഹ്മവാദിനാം ശ്രുത്വാ തേ വചനം സർവേ സമായാന്തി ദ്വിജാതയഃ സർവദേശേഷു ചാഗച്ഛൻ വർജയിത്വാ മഹോദയം വാസിഷ്ഠം യച്ഛതം സർവം ക്രോധപര്യാകുലാക്ഷരം യദാഹവചനം സർവം ശൃണുത്വം മുനിപുംഗവ ക്ഷത്രിയോ യാജകോ യസ്യ ചണ്ഡാലസ്യ വിശേഷതഃ കഥം സദസി ഭോക്താരോ ഹവിസ്തസ്യ സുരർഷയ ബ്രാഹ്മണാ വാ മഹാത്മാനോ ഭുക്ത്വാ ചണ്ഡാലഭോജനം കഥം സ്വർഗം ഗമിഷ്യന്തി വിശ്വാമിത്രേണ പാലിതാഃ. അങ്ങനെ 15ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി കൂടി ചൊല്ലിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വിശ്വാമിത്രനാൽ പരിപാലിക്കപ്പെടുന്നവരായിട്ടുള്ള ത്രിശങ്കുവും അല്ലെങ്കിൽ ത്രിശങ്കുവിൻ്റെ കൂട്ടരുമൊക്കെ എങ്ങനെ യാഗം ചെയ്യാനാണ്, അതിലേക്ക് ബ്രാഹ്മണരെങ്ങനെ വരാനാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അവരെയൊക്കെ നിന്ദിച്ചുകൊണ്ട് നിൽക്കുന്ന വസിഷ്ഠൻ്റെ പുത്രന്മാരെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.